മഹാനായ ഇസ്രാഫീൽ, മഹാനായ അസ്റായീൽ അലൈഹിമുസ്സലാത്തു വസ്സലാം, ഈ മാലാഖമാര് വന്നു ഹബീബിന്റെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ചാരത്ത് ഈ മാലാഖമാര് വന്നപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, നബിയേ അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവന്റെ കൈ ഞാൻ പിടിച്ചിട്ട് നാളെ പാരത്രീക ലോകത്ത് സിറാത്തുൽ മുസ്തഖീം എന്ന പാലമുണ്ടല്ലോ, ആ പാലം ഞാൻ പാസ് ചെയ്യും നബിയേ. ആ സന്ദർഭത്തിലതാ മഹാനായ മീകാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നബിയേ അങ്ങയുടെ പേരിൽ സ്വലാത്ത് സലാമുകൾ ചൊല്ലുന്നവന് ഞാൻ ഹബീബായ അവിടുത്തെ ഹൗദുൽ കൗസർ കുടിപ്പിക്കും നബിയേ. അതാ ഇത് കേട്ടപ്പോൾ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ആ മനുഷ്യന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാപ്പ് നൽകിയിട്ടല്ലാതെ സ്വലാത്ത് സലാമുകൾ വർദ്ധിപ്പിക്കുന്ന മനുഷ്യന് അല്ലാഹു തആല പൂർണ്ണമായും വിട്ടുവീഴ്ച നൽകിയിട്ടല്ലാതെ ഞാൻ എന്റെ ശിരസ് സുജൂദിൽ നിന്നുയർത്തുകയില്ല നബിയേ. അവസാനമായി അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, മഹാന്മാരായ അമ്പിയാക്കളുടെ ആത്മാവ് എങ്ങനെയാണ് ഞാൻ പിടിച്ചത്, നബിമാരുടെ റൂഹ് പിടിച്ചതെങ്ങനെയാണ്, അതുപോലെ അവന്റെ ആത്മാവിനെ സിമ്പിളായി സോഫ്റ്റായി വളരെ ലാഘവത്തോട് ലളിതമായി നൈർമല്യപൂർവം ഞാൻ അവന്റെ ആത്മാവിനെ പിടിക്കും നബിയേ. എന്തൊരു വലിയ ഓഫറാ മുഅ്മിനീങ്ങളെ. എന്തിനാ സ്വലാത്ത് ധാരാളമായി ചൊല്ലുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു മൂസ തങ്ങളോടൊരു സമയമിൽ ചോദിച്ചു ദാഹിക്കാതിരിക്കാൻ മഹ്ശറിൽ. മൂസാ നബിയേ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചിട്ട് പറയുകയാണ്, നബിയേ നാളെ ആഖിറത്തിൽ ദാഹിക്കാതിരിക്കാൻ എന്ത് വേണോന്നറിയോ? അല്ലാഹു പറയുകയാണ് മൂസാ നബിയെ വിളിച്ചിട്ട്, ദാഹിക്കാതിരിക്കാൻ നാളെ മഹ്ശറയിൽ ആഖിറത്തിൽ ദാഹിക്കാതിരിക്കാൻ എന്തു വേണമെന്നറിയുമോ? അതിനെന്ത് മാർഗമാ ഉള്ളത്? അത് ഞാൻ പറഞ്ഞുതരട്ടെ, അത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ മുഹമ്മദ് മുസ്തഫ നബി നൂറദിൽ, എന്നാൽ മുഹമ്മദ് മുസ്തഫ നബി നൂറദിൽ ചൊല്ലേണ്ടതാണ് സ്വലാത്ത് മൂസാ കൂടുതൽ, ചൊല്ലേണ്ടതാണ് സ്വലാത്ത് മൂസാ കൂടുതൽ. ധാരാളം സ്വലാത്ത് ചൊല്ലണം ഹബീബായ നബിയുടെ പേരിൽ. ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയാൽ നാളെ ആഖിറത്തിൽ ദാഹമുണ്ടാകില്ല മൂസ നബിയേ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സഹാബി വന്നിട്ട് ഹബീബായ നബിയോട് ചോദിക്കുകയാണ് ഒരു ചോദ്യം, നബിയെ ഞാൻ എന്റെ ജീവിതത്തിന്റെ 4/1 ഭാഗം, ശ്രദ്ധിക്കണേ, എന്റെ ജീവിതത്തിന്റെ 4/1 ഭാഗം ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെയോ നബിയെ? റസൂലുള്ളാഹി പറഞ്ഞു, വർദ്ധിപ്പിച്ച ചൊല്ലിക്കോ മോനെ, വർദ്ധിപ്പിച്ചാൽ നിനക്ക് ഗുണവാ മോനെ. അപ്പൊ ആ സഹാബി വർദ്ധിപ്പിച്ചാൽ നിനക്ക് ഗുണവാ മോനെ. അപ്പൊ ആ സഹാബി ചോദിച്ചു, നബിയെ എന്റെ ജീവിതത്തിൽ 3/2 ഭാഗവും ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെയോ നബിയെ? അപ്പൊ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളോട് ഹബീബ് പറഞ്ഞു, ചൊല്ലിക്കോ മോനെ, വർദ്ധിപ്പിച്ചാൽ നിനക്ക് കൂടുതൽ ഗുണമാണ് മോനെ. അപ്പൊ ഈ സഹാബി ചോദിച്ചു, നബിയെ എന്റെ ജീവിതത്തിൽ 2/1 ഭാഗം ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെ നബിയേ? ഹബീബ് പറഞ്ഞു, ചൊല്ലിക്കോ മോനെ, വർദ്ധിപ്പിച്ചാൽ നിനക്ക് ഗുണമാണ് മോനെ. ആ സമയത്ത് സ്വഹാബിയുൽ ജലീൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ചോദിച്ചു, ഞാൻ എന്റെ ജീവിതം മുഴുവനും സ്വലാത്ത് ചൊല്ലട്ടെ നബിയേ? അപ്പൊ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോനെ ഉബയ്യേ, നീ അത്യുന്നതങ്ങളിലാണ്, നീ ഏറ്റവും ബറക്കത്തുടയതായ ശ്രേഷ്ഠതകളുടെ പാരമ്പര്യത പുൽകുന്നയാളാണ്.
എന്ന് വെച്ച് നിസ്കരിക്കാതെ നോമ്പെടുക്കാതെ ഫർളായ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ പ്രസംഗിച്ചെന്ന് ആളാരും പറയല്ലേ. 5 നേരം മുസ്ലിമായ മനുഷ്യന് കൃത്യമായി നിസ്കരിക്കണം. അത് അള്ളാഹുവും അവരും തമ്മിലുള്ള ബാധ്യതയാണ്. ഞാനൊരു 10 രൂപ അദ്ദേഹത്തിന്റെ നിന്ന് കടം മേടിച്ചാൽ എനിക്കും അദ്ദേഹത്തിന് നേരിടെ ബാധ്യതയുണ്ട് അല്ലേ? ഞാൻ അദ്ദേഹത്തിന് കടക്കാരനാണ് അദ്ദേഹം എനിക്ക് പൈസ, ഞാൻ അദ്ദേഹത്തിന് പൈസ കൊടുക്കാണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കടമുണ്ട്. ഇതുപോലെ അള്ളാഹ് കൽപ്പിച്ചതാ. അള്ളാന്റെ അടുത്ത് കടക്കാരാവാൻ നിൽക്കണ്ട, അള്ളാന്റെ അടുത്ത് കടക്കാരാകാൻ നിൽക്കണ്ട. അതുകൊണ്ട് എന്ത് വേണം? അള്ളാഹ് കൽപ്പിച്ചു മോനെ നീ 5 നേരം നിസ്കരിക്കണം. അല്ലാഹു തആല പറയുന്നു, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഒരു ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയൊക്കെ നമ്മൾ പഠിച്ച് നമുക്ക് ഇബാദത്ത് ചെയ്യാനാണ്. ജീവിതം മുഴുവനും ഇബാദത്താക്കി മാറ്റാൻ പറ്റും. അപ്പൊ ചോദിക്കും, ഉസ്താദേ ജീവിതം മുഴുവൻ അങ്ങനെ ഇബാദത്താക്കുക? ഞാനൊരു ഡ്രൈവറാണ്, ഞാനൊരു മീൻ കച്ചവടക്കാരനാണ്, ഞാനൊരു പാവപ്പെട്ട മരം വെട്ടുകാരനാണ്, ഞാൻ എങ്ങനെ ഇബാദത്ത് ചെയ്യാ? സഹോദരാ, നീ ധരിച്ചൊരു ധാരണയുണ്ട്. എന്താ പറയുക? ബാഡ് കൺസെപ്റ്റ്, മോശമായൊരു ധാരണ. നല്ല സൽക്കർമ്മം ചെയ്യാന്ന് 24 മണിക്കൂർ കൊപ്പിയിട്ട് നല്ല തസ്ബീഹൊക്കെ വലിയ നീളമുള്ള തസ്ബീഹ് എടുത്ത് പള്ളിയിൽ ഇങ്ങനെ പോയി ഖുർആൻ എടുത്ത് നോക്കി ഓതി നിസ്കരിച്ചു. ഇതല്ല ഇസ്ലാം, ഇതല്ല ഇസ്ലാം. ഡ്രൈവറായ ആളവന്റെ സ്റ്റീറിംഗിൽ അവനാ വണ്ടിയെ നിയന്ത്രിക്കുന്നത്, അവനതിന്റെ ഗിയർ മാറുന്നത്. മത്സ്യത്തൊഴിലാളി മത്സ്യമെടുത്ത് കിലോ 10 വിളിക്കുന്നത് ഇബാദത്താണ്. അതിനെന്താവേണ്ടത്? നിയ്യത്ത് നന്നാകണേ. പടച്ചോനെ, ഈ വണ്ടി ഞാൻ ഓടിക്കുന്നത് എന്റെ മക്കളെ തീറ്റിപ്പോറ്റാനാ, എന്റെ കുടുംബം പോറ്റാനാ, പള്ളിയിലെ ഉസ്താദിന് ചോറ് കൊടുക്കണം എനിക്ക്, അതുപോലെ നല്ല കാര്യങ്ങളുടെ പ്രോഗ്രാമിന് അതിലേക്ക് പൈസ കൊടുക്കണം എനിക്ക്, അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ തോന്നിവാസങ്ങൾക്കല്ല എന്ന നല്ല നീയത്ത് വെച്ചത്. ഗിയർ മാറുമ്പോഴും സൈഡ് നോക്കുമ്പോഴും മോനെ ഹാണടിക്കുമ്പോഴൊക്കെ ഉള്ള കൂലി തരുന്നതിനൊക്കെ അതെല്ലാം ഇബാദത്താണ്. ഓ, ഇങ്ങനെയൊക്കെ ഇസ്ലാമുണ്ടോ? ഇതാണ് ഇസ്ലാം. നിങ്ങൾ എന്തോ മനസ്സിലാക്കി? അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും വെറുതെ കുറെ ആളുകൾ തൊപ്പിയിട്ട് താഴെ എപ്പോഴും അത് നല്ലതല്ല. കൃത്യമായി സുബഹി കഴിഞ്ഞിട്ടൊരു 15 മിനിറ്റ് നേരം, ഒരു 20 മിനിറ്റ് നേരം ഖുർആൻ പാരായണം ചെയ്യൂ. ആ ഖുർആൻ അന്ത്യനാളിൽ ശഫീഅൻ ലിഅസ്ഹാബിഹി. ഖുർആൻ ഓതുന്ന മനുഷ്യന് നാളെ സ്വർഗത്തിൽ, പാരത്രിക ലോകത്തിലേക്ക്, സുഖലോക സ്വർഗത്തിലേക്ക്, മോനെ വാ 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 സ്വർഗത്തിലേക്ക് പോവാന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചുകൊണ്ട് അപ്പൊ ചോദിക്കും, ആരാനി? എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം 15 മിനിറ്റ് ഖുർആൻ ഓതിയില്ലേ? എല്ലാ ദിവസവും 15 മിനിറ്റ് ഖുർആൻ, സുബഹിക്ക് ശേഷം ഒരു 5 മിനിറ്റ് ഖുർആൻ ഓതിയില്ലേ? ഖുർആനാണ് ഞാൻ. വരൂ, നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയാ, കാണുന്ന വഴിയാ, വഴിയോടെ പോയാൽ നമുക്ക് ജന്നത്തിന്റെ അവിടെ എത്താമെന്ന് ഖുർആൻ നാളെ പാരത്രിക ലോകത്ത് ഹബീബ് പറഞ്ഞു. അത് നാളെ അന്ത്യലോകത്ത് വരും. ആ പാരത്രിക പരലോകത്ത് അത് എത്തിച്ചേരുന്നതാണ്. ഖുർആനോദിയവനാണ് സ്വർഗത്തിൽ കിടത്തണേ, അവന് പുറത്തു കൊടുക്കണേ, അവന് നന്മ ചെയ്യണേ എന്ന് അള്ളാന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും. അള്ളാഹു അടുത്തൊരു നമ്മുടെ ഭാഗതയങ്ങൾ വാദിക്കാനൊരു വക്കീലായിട്ട് നാളെ ഖുർആൻ വരും. ഖുർആൻ കലാമുല്ലാഹി ആണെന്നർക്കണേ, അതിനുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കണേ. അങ്ങനെ എല്ലാ സൽക്രമങ്ങളും പ്രിയപ്പെട്ട ഫർദായി അല്ലാഹ് കൽപ്പിച്ചതെല്ലാം ചെയ്ത മനുഷ്യൻ കൃത്യമായി സ്വലാത്ത് മദീനയോടടുത്താൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, നമുക്കത് നേട്ടമാണ്, നമുക്കത് വിജയമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ഹബീബിനോട് കൽബുകൊണ്ട് ഇഷ്ടപ്പെടുത്തുകയും ചെയ്ത് നമ്മൾ നല്ല മുഹിബ്ബുകളായി ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയാൽ അല്ലാഹുവിന്റെ റസൂലിനോടടുത്ത് നമുക്ക് വിജയിക്കാൻ കഴിയും. അതാ ഒരു സംഭവം പറഞ്ഞ് ഞാൻ ഈ സദസ് അവസാനിപ്പിക്കുകയാണ്. ബാഗ്ദാദിൽ 2 സഹോദരന്മാരുണ്ടായിരുന്നു. ആ 2 സഹോദര ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ബിസിനസ് ആരംഭിക്കാമെന്ന് പറഞ്ഞു. 2 പേരും കൂടി ബിസിനസ് ആരംഭിച്ചു. ഒരാളാണെങ്കിൽ ബിസിനസ്സിൽ കുത്തനെ ഉയർന്ന് വിജയം വരിച്ചു,
മറ്റേയാളെങ്കിൽ ആകെ ഡിമ്മായി ലോ ആയിപ്പോയി. അയാളുടെ ബിസിനസ് എല്ലാം പൊളിഞ്ഞു പാളിസായി പോയി. ഒരു ദിവസം ഈ മനുഷ്യൻ ഇയാളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ, എനിക്കൊരു 500 ദിർഹം നീ കടം തരുമോ? എന്റെ ബിസിനസ് എല്ലാം പൊളിഞ്ഞുപോയി. ഈ സന്ദർഭത്തിൽ ആ സഹോദരൻ 500 ദിർഹം ഇയാൾക്ക് കടം കൊടുത്തു. ആ കടം മേടിച്ച 500 ദിർഹവുമായിട്ട് ഈ മനുഷ്യൻ ചെന്ന് ബിസിനസ് സംരംഭം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. എന്തു പറയാനാണ്, ദൗർഭാഗ്യമേ, എല്ലാം പൊളിഞ്ഞു പോയി. അവസാനം കടം മേടിച്ച പണം കൊടുക്കേണ്ട ആ ടൈം എത്തിയപ്പോൾ ഈ മനുഷ്യൻ ചെന്നിട്ട്, സഹോദര, എന്റെ മേടിച്ച പൈസ എന്തിയെ, അതെനിക്ക് തിരിച്ചതാ. തരാൻ കഴിയില്ല കേട്ടോ. അവധി പറഞ്ഞു. അവസാനം ഇയാള് ജഡ്ജിയുടെ മുന്നിലെത്തിയിട്ട് പരാതി പറഞ്ഞു, എന്റെ ഇന്നാലിന്ന സ്നേഹിതനേക്ക് 500 ദിർഹം കടം തരാനുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് എനിക്കിത് മേടിച്ചു തരണം. ജഡ്ജി ഇയാളെ ചുരുക്കി പറയണം, ഖസിയത്തുൽ ബദർ മജ്ലിസ് തുടങ്ങുന്നതാണ്. ജഡ്ജി ഇയാളെ വിളിപ്പിച്ചു. അല്ല, നിങ്ങൾ മേടിച്ച പൈസ എന്താ ഇയാൾക്ക് തിരിച്ചു കൊടുക്കാത്തത്? പൈസ കൊടുക്കാം, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ കയ്യിലൊന്നും പൈസയില്ല. ഇതിപ്പോ എന്ത് വേണം? നിങ്ങൾ എനിക്കൊരു ദിവസത്തെ അവധി തരണം. ഒരു ദിവസത്തെ അവധി തരണം. നിങ്ങൾ ഇത്രേ നാളെ പൈസ കൊടുക്കില്ല. നിങ്ങൾ ഈ ഒരു ദിവസത്തെ അവധി കൊണ്ട് നിങ്ങൾ എങ്ങനെ പൈസ കൊടുക്കും? നിങ്ങൾ ആരെയാണ് ജാമ്യം നിർത്തുന്നത്? നിങ്ങൾക്ക് ഒരു ദിവസം അവധി തരുമ്പോൾ എനിക്കിവിടെ ജാമ്യം നിൽക്കാൻ പകരക്കാരൻ വേണമല്ലോ. അയാള് പറഞ്ഞു, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ജാമ്യം നിർത്തുന്നു. ഒരു ദിവസത്തെ അവധി എനിക്ക് തരുമോ? ബഗ്ദാദിലെ ജഡ്ജിയുടെ മനസ്സിന്റെ അന്തരംഗങ്ങളിൽ വെല്ലുവിളി പൊട്ടിപ്പോയി. ആദ്യമായൊരു മനുഷ്യനോട് ജാമ്യം നിർത്താൻ പറയുന്നത് കേൾക്കുന്നു മുഹമ്മദ് നബിയേ. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹിനോട് ഇഷ്ടം പുലർത്തുന്ന ഹബീബിനോട് ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ആ മാന്യനായ ഖാദി പറഞ്ഞു, സമ്മതിച്ചിരിക്കുന്നു, നിങ്ങൾക്കൊരു ദിവസത്തെ അവധി ഞാൻ തരാം. ഈ മനുഷ്യൻ തിരികെ വീട്ടിൽ പോയപ്പോ വലിയ വിഷമത്തോടെയാണ് നടന്നു പോകുന്നത്. വിഷമത്തോടെ നടന്നു ചെന്ന് വീട്ടിലിരിക്കുമ്പോ ഭാര്യ ചോദിച്ചു, അല്ല, നിങ്ങൾ എന്താണ് വിഷമിച്ചിരിക്കുന്നത്? നിങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്തയാളല്ലയോ? ഹബീബിന് വേണ്ടി ധാരാളം സ്വലാത്ത് ചൊല്ലുന്നയാളല്ലയോ? നിങ്ങൾ റസൂലുള്ളാഹിനെ ജാമ്യം നിർത്തിയിട്ട് വന്നയാളല്ലയോ? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വ്യസനിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങൾ വഴി കാണിച്ചു തരുമെന്ന് സ്വാലിഹത്തായ ആബിദത്തായ ഭാര്യ സഹോദരന് സതുപദേശം നടത്തി. അതാ പാതിരാത്രി സുബ്ഹാനല്ലാഹ് ഈ മനുഷ്യൻ കിടന്നിറങ്ങുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി വരികയാണ്. ഓക്കെ ജൂബോ കറം ഹേ സുഹൈബത്ത് ഹാ തേരാ नहीं सुनता ही नहीं मांगने वाला तेरा जो करम है सहबत तेरा नहीं सुनता ही नहीं मांगने वाला तेरा. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആരെന്ത് ചോദിച്ചാൽ